കുരിശെന്ന മഹത്വീകരണത്തിലേക്കുള്ള യേശുവിൻ്റെ ആദ്യത്തെ ചുവടുവെപ്പുകളായിരിക്കണം കാലിത്തൊഴുത്തിലെ അവൻ്റെ ജനനം. പരിശുദ്ധ കുർബാനയായി അവൻ എന്നും നമുക്കരികിലേക്ക് അണയണമെന്നത് ഒരുപക്ഷെ അവൻ്റെ ജനനത്തിനു മുൻപ് തന്നെ പിതാവായ ദൈവം തീരുമാനിച്ചിരിക്കണം. അതുകൊണ്ടായിരിക്കും അപ്പത്തിൻ്റെ ഭവനമായ ബത്ലഹേമിൽ കാലികൾക്കായുള്ള തീറ്റ സൂക്ഷിച്ചു വെച്ചിരുന്ന പുൽത്തൊട്ടിയിൽ അവൻ ജനിച്ചു വീണതും. പിന്നീടങ്ങോട്ടുള്ള അവൻ്റെ പരസ്യ ജീവിതയാത്രയിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ ഊട്ടിയതും ഇതെൻ്റെ ശരീരമാണെന്ന് പറഞ്ഞ് അന്ത്യത്താഴവേളയിൽ തൻ്റെ തിരുശരീരം പകുത്ത് ശിഷ്യർക്ക് നൽകിയതും. ഒടുവിൽ കുരിശെന്ന മഹത്വീകരണത്തിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി നിൽക്കുമ്പോൾ ഏതോ തച്ചൻ പണിതീർത്ത കുരിശിൻ്റെ വിരിമാറിൽ സ്വയം നമുക്കായി കുർബാനയായി മാറിയതും. വിശുദ്ധ പാദ്രി പിയോ ഇങ്ങനെ പറയുന്നു: സൂര്യൻ ഉദിക്കാത്തൊരു ദിവസത്തെപ്പറ്റി ഭാവനയിലെങ്കിലും എനിക്ക് ഓർക്കാൻ കഴിയും. എന്നാൽ പരിശുദ്ധ കുർബാനയില്ലാത്ത ദിവസത്തെപ്പറ്റി ഭാവനയിൽ പോലും ഓർക്കുവാൻ എനിക്ക് കഴിയില്ല. സ്നേഹിതരെ, വചനം മാംസമായി ധരിച്ചവനെ വരവേൽക്കുവാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ, അപ്പമായി മാറിയ ക്രിസ്തുവിനെ അനുദിനം നമ്മുടെ ശരീരത്തിലും ഹൃദയത്തിലും ഒരുപോലെ ഏറ്റുവാങ്ങുവാനും പരിശുദ്ധ കുർബാനയോട് ഐക്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുവാനും നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.